കാർവാർ MLA കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. MLA, വാട്ട് ഈസ് ദി നെക്സ്റ്റ് പ്രൊസീജിയർ? Now we got the body and we got the truck. Body, if administration and police department has to take the action. If they doesn't want to claim any RNA, DNA, then they can carry also. If they will need the DNA, then we will make the DNA, because since this body is whatever we have recalled from the cabin inside. Okay. And first of all, I will thankful to you people from Kerala, all media people, and Venugopalji and Ashraf, and all MLA MPs have come from Kerala, and especially our CM Siddaramaiah ji, and our Deputy CM DK Shivakumar ji, and our local our Vaidya ji and Deshpande ji, then our Bhimana ji, and all these things. Sir, DNA wanted, the procedure is done here? Yeah, it is here only. Send it to Mangalore and we will do it. Nothing to worry. The first procedure is DNA. Yes. If required, we will do it. Okay. Thanks for your support, and I also pray the God that you people have done very good job. You have made us to work. Okay. That also I am appreciating you especially. Okay. Thanks. ഇപ്പോൾ MLA പറഞ്ഞിട്ടുള്ളത്, അല്ല അരുൺ ഇതിൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ മൃതദേഹം കരയിലേക്ക് കൊണ്ടുവരാനായിട്ട് കരയോട് ചേർന്ന് ആ ബോട്ട് ഉണ്ട്. എന്തുകൊണ്ടാണ് അത് കരയിലേക്ക് കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് മാറ്റാത്തത്? അപ്പോൾ ഈ ട്രക്കിൻ്റെ ഈ ക്യാബിനിൽ വീണ്ടും കരയ്ക്കെത്തിച്ച് എന്തെങ്കിലും പരിശോധന നടത്തേണ്ടതുണ്ടോ, അതോ കളക്ടറോ അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ? കുറച്ച് സമയമായി ആ ബോട്ട് കരയോട് ചേർന്ന് അവിടെ നിൽക്കുകയാണല്ലോ. വിജയകുമാർ, തീർച്ചയായും അതായത് ജില്ലാ പോലീസ് മേധാവി എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ കാത്തിരുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പൂർത്തീകരിക്കണം എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. അല്പസമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തുകയും അതിന്റെ ഏകോപനം ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷം പ്ലാൻ നടക്കുന്നത് ഈ ലോറി മുകളിലേക്ക് ഉയർത്തുന്ന നടപടിയാണ്. ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഇതുവരെ ഇവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് അല്പസമയത്തിനകം കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഈ ജില്ലാ പോലീസ് മേധാവി നൽകും. അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ, അതായത് ഈ ഡ്രഡ്ജർ അതിനകത്തെ പരിശോധനകൾ പൂർത്തീകരിച്ചുകൊണ്ട് അല്പസമയത്തിനകം കരയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തുടർ നടപടികൾ സംബന്ധിച്ച് ഇപ്പോൾ MLAയും പറയുന്നത് അതിന്റെ ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ്. അതായത് DNA ആവശ്യമെങ്കിൽ ഇവിടെ തന്നെ അത്തരം പരിശോധനകൾ പൂർത്തീകരിക്കും. അത് ആവശ്യമെങ്കിൽ അതിന്റെയും നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. എന്തായാലും ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ എന്തായാലും ഈ ഡ്രഡ്ജറിൽ നിന്ന് ഇപ്പോൾ കരയിലേക്ക് വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം, അദ്ദേഹമായിരിക്കും അതിന്റെ ഒരു എന്താണ് തുടർ നടപടികൾ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ DNA ആവശ്യമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ ഇവിടെ തന്നെ പൂർത്തീകരിക്കും എന്നതാണ് ഇപ്പോൾ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ലോറി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഇവിടെ നടക്കുന്നുണ്ട്. ആ ലോറി മറ്റൊരു ക്രെയിൻ എത്തിച്ചുകൊണ്ട് ഈ കരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഏറ്റവും വേഗത്തിൽ അർജുന്റെ മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണം വന്നത്. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. പക്ഷേ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ അതിന് ചില നടപടിക്രമങ്ങൾ എന്തായാലും ഉണ്ട്, നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ, നേരത്തെ DNA പരിശോധന ഉൾപ്പെടെ ആവശ്യമെങ്കിൽ അതും ഇവിടെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ലോറിയുടെ ക്യാബിനിൽ തന്നെയാണ് ആ മൃതദേഹം ഉണ്ടായിരുന്നത്. ആ ലോറിയിൽ മറ്റാരും വേറെ ഉണ്ടായിരുന്നില്ല. അത് അർജുൻ തന്നെയാണ് എന്നത് ആ നിലയ്ക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ നിയമപരമായ അതിൻ്റെ പ്രൊസീജിയർ വേണമെങ്കിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അതിൽ ഇളവുകൾ നൽകാവുന്നതാണ്, അത് വേഗത്തിലാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി അങ്ങനെ അതിനുവേണ്ടി അധികം കാത്തിരിക്കുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടം നടത്തുമായിരിക്കും അല്ലേ? ഉത്തര കന്നഡ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ അക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ, ഈ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ?
തീർച്ചയായിട്ടും വിജയകുമാർ, അത് തന്നെയാണ് നേരത്തെ SP ഉൾപ്പെടെ നമ്മൾ സംസാരിച്ച ഘട്ടത്തിൽ SP പറഞ്ഞു ഇവിടെ എത്തി വളരെ വേഗത്തിൽ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചേരും എന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം 2 മാസത്തിലേറെ ഏകദേശം 70 ദിവസത്തിലേറെയായി ഇപ്പോൾ ഈ മൃതദേഹം ഇത്തരത്തിൽ ഈ ക്യാബിനകത്ത് ഈ പുഴയുടെ അടിത്തട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എങ്ങനെയായാലും ഈ ലോറിയിൽ അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിജയകുമാർ സൂചിപ്പിച്ച പോലെ അതിൽ മറ്റ് സംശയത്തിന്റെ ആവശ്യമില്ല. പക്ഷേ അതിനും ചില നടപടിക്രമങ്ങളുണ്ട്. അത് ജില്ലാ ഭരണകൂടമാണ് അതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അവർ അത്തരം ഒരു തീരുമാനമെടുത്താൽ ആ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ ഒരു താമസം ഉണ്ടാവില്ല എന്ന സൂചന SP ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിൽ വേഗത്തിൽ അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ തടിച്ചുകൂടിയിട്ടുള്ള ആൾക്കാരെ ഇവിടുന്ന് മാറ്റുകയാണ്. ഈ ലോറി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും ഈ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം വളരെ നിർണായകമാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഈ തുടർ നടപടികളെ സംബന്ധിച്ച് അദ്ദേഹം നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി അദ്ദേഹമാണ് ഇത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം ഈ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നൽകും. എന്താണ് തുടർ നടപടി സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിജയകുമാർ, എന്തായാലും ഇക്കഴിഞ്ഞ ജൂലൈ 15, ഇന്നിപ്പോൾ സെപ്റ്റംബർ 25 കഴിഞ്ഞ ജൂലൈ 16 അർജുനെ കാണാതാവുന്നു. ബലഗാവിലെ ഒരു ഡിപ്പോയിൽ നിന്നും മരത്തടി കയറ്റി വരെ ഇടവണ്ണയിലേക്ക് മടക്കയാത്രക്കിടയിൽ അർജുൻ അപകടത്തിൽപ്പെടുന്നു. ഷിരൂരിലെ മണ്ണിടിച്ചിൽ സമയത്ത് അർജുൻ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വ്യക്തതയില്ല. അതിനുശേഷമുണ്ടായ ഫോൺ കോളുകൾ, അതിനുശേഷമുണ്ടായ ഫോൺ ലൊക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അർജുൻ ഈ മണ്ണിടിയിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ടാവുന്നത്. അത് കുടുംബം പറയുന്നു. അതിനുശേഷം കുടുംബം രോഷപ്പെടുന്നു, വിലാപസ്വരത്തിൽ പറയുന്നു. മനാഫ് അവിടെ അതിനു മുൻപേ പോലീസിൽ പരാതിയിലേക്ക് പോകുന്നു. ആദ്യം ആ പരാതി കേൾക്കപ്പെടാതിരിക്കുന്നു, പരാതി സ്വീകരിക്കപ്പെടാതിരിക്കുന്നു. അതിനുശേഷം കേരളത്തിൻ്റെ ശക്തി നമ്മൾ കണ്ട ദിവസങ്ങൾ, അതിനുശേഷം രക്ഷാദൗത്യം പൂർണ്ണമായ തോതിലേക്ക് ട്രാക്കിലേക്ക് എത്തിയ ദിവസങ്ങൾ, അത് കഴിഞ്ഞ് ആദ്യം മണ്ണിലെ പരിശോധന, അവിടെ കണ്ടെത്താൻ കഴിയാതെ പിന്നെ അതിനുശേഷം ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചുള്ള നിരന്തരമുള്ള പരിശോധനകൾ നമ്മൾ കണ്ടു. അവിടെയും കാര്യമായി യാതൊന്നും കണ്ടെത്താൻ കഴിയാത്ത നിരാശാജനകമായ ദിവസങ്ങൾ നമ്മൾ കണ്ടു. ഒടുവിൽ 72-ാം നാൾ അതേ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്നും ഈ ലോറിയുടെ ക്യാബിൻ കണ്ടെത്തുകയാണ്. ക്യാബിനുള്ളിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ്റെ ചേതനറ്റ ശരീരം. 72-ാം നാളാണ്. മനുഷ്യ ശരീരത്തിന് 70 ദിവസങ്ങളിൽ സംഭവിക്കുന്ന പരിണാമങ്ങൾ നമുക്ക് ഉറപ്പായും അറിയാവുന്നവരാണ്. അതുകൊണ്ട് അർജുൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ, ഹോപ്പിംഗ് അഗൻസ്റ്റ് ഹോപ്പ് എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത് പോലെയുള്ള പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നവരാണെങ്കിലും ആ പ്രതീക്ഷകൾ വെറുതെയാണെന്ന് നമ്മളോട് തന്നെ പറഞ്ഞവരാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ. അത് കാരണം ആ പ്രതീക്ഷയ്ക്ക് വലിയ അടിസ്ഥാനം ഉണ്ടായിരുന്നില്ല. നമ്മൾ കരുതിയതുപോലെ തന്നെ അല്ലെങ്കിൽ സംഭവിക്കാനിടയുള്ള അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു, ഒഴിവാക്കാനാവാത്ത അത്യാഹിതം സംഭവിച്ചിരിക്കുന്നു. അത് അർജുൻ്റെ കുടുംബവും ഇപ്പോൾ നേരത്തെ അർജുൻ്റെ സഹോദരി ഭർത്താവ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അർജുൻ്റെ എന്തെങ്കിലും ശേഷിപ്പ് കിട്ടുക എന്നതുപോലും കുടുംബത്തിന് അതിപ്രധാനമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് 100% ശരിയാണ്. അർജുൻ എന്തു സംഭവിച്ചു, അവർ ഉറപ്പായും വിശ്വാസികളാണ്. വിശ്വാസപരമായ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി കർമ്മമായി കണക്കാക്കുന്നവരാണ്. അതിന് ശേഷിപ്പുകൾ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ എത്തി ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള വലിയ ഉത്തരം എത്തുന്നതിലൂടെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി അവിടെ ബാക്കിയുണ്ട്. എന്തായാലും മനാഫ് പറയുന്നു, അവനെ അങ്ങനെ ഗംഗാവലി പുഴയ്ക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല, അല്ലെങ്കിൽ മനാഫ് ഞങ്ങൾ തയ്യാറായിരുന്നില്ല എന്ന് പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്തരത്തിൽ ആഴമേറിയ ഒരു പുഴയിൽ ഉണ്ടോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 72 ദിവസം ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരാൾക്ക് വേണ്ടി, ഒരു മനുഷ്യന് വേണ്ടി 72 ദിവസം ഒരു മേഖല കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന സമീപകാല ചരിത്രത്തിൽ നമ്മുടെ സമീപകാല സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അടുത്ത കാലത്തെന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവിൽ, നേരിട്ടുള്ള അറിവിൽ ഇല്ല എന്നാണ് അതിൻ്റെ മറുപടി. ഒരാൾക്ക് വേണ്ടിയുള്ള പരിശോധന 72 നാൾ ഇത്രയും വിശാലമായ പുഴയിൽ ഇടവേള കിട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇച്ഛാശക്തി നമ്മൾ തന്നെ പറയുകയായിരുന്നു, അങ്ങനെ അർജുനെ ഗംഗാവലിക്ക് കൊടുക്കാൻ, അത് ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും ഗംഗാവലി പുഴയ്ക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്ന് നമ്മുടെ പ്രഖ്യാപനമായിരുന്നു. അതിന് പ്രകാരം നമ്മൾ വാർത്തകൾ നൽകി, അതിന് പ്രകാരം നമ്മൾ സമ്മർദ്ദം ചെലുത്തി, അതിന് പ്രകാരം നമ്മൾ നിരന്തരം വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ അതിനൊക്കെ ഫലമുണ്ടാകുന്നു. അത് പ്രതീക്ഷാനിർഭരമായ ആശ്വാസകരമായ ഫലമല്ല എന്ന് പറയുമ്പോൾ പോലും ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, അർജുൻ്റെ മൃതദേഹം എപ്പോൾ കോഴിക്കോട്ടെ കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.
ഇനിയിപ്പോൾ പ്രൊസീജിയറൽ ഹസാർഡ്സ് അല്ലെങ്കിൽ പ്രൊസീജിയറിൽ തട്ടി അത് വല്ലാതെ നീണ്ടുപോവില്ല എന്ന് തന്നെ കരുതിക്കൂടെ? മേഖലയിൽ നിന്ന് ഒരല്പം മാറി നേരത്തെ ഈ രക്ഷാദൗത്യ സംഘമൊക്കെ ബോട്ടിൽ കയറിയിരുന്ന ഈ ക്ഷേത്രത്തിനടുത്തേക്ക് ആണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നുമുണ്ട്. ഈ ആംബുലൻസിലേക്ക് അല്പസമയത്തിനകം തന്നെ മൃതദേഹം കയറ്റുകയും ചെയ്യും. അതിനുള്ള സജ്ജീകരണങ്ങളാണ് ഈ ദുരന്ത മേഖലയിൽ നിന്ന് ഒരല്പം മാറിയുള്ള ഈ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആംബുലൻസ് അടക്കം ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ബോട്ടിൽ നിന്ന് അഴുകിയ നിലയിലാണ് മൃതദേഹം ഉള്ളത്. അത് ഒരല്പം ശ്രദ്ധിച്ച് വേണം ആംബുലൻസിലേക്ക് മാറ്റാൻ വേണ്ടി. അതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. കാർവാർ SP അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ അതിനുവേണ്ടി ഇവിടെ നേതൃത്വം നൽകുന്നത്. മറുവശത്താവട്ടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറി കരയ്ക്ക് കയറ്റാനുള്ള ശ്രമവും അവിടെ നടക്കുന്നു. കരയിൽ മറ്റൊരു ക്രെയിൻ കൂടി എത്തിച്ചാണ് അത് കരയ്ക്ക് കയറ്റുന്നത്. കാരണം ഇപ്പോൾ വെള്ളത്തിലുള്ള ക്രെയിനിന് കര വരെ അത് നീട്ടി എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു ക്രെയിൻ കരയിൽ നിന്ന് എത്തിച്ച് അതിൻ്റെ കൈ ഉപയോഗിച്ച് ഹുക്ക് ചെയ്ത് കരയിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ് ആ രീതിയിൽ ആ മേഖലയിൽ നടക്കുന്നത്. മറുവശത്താവട്ടെ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അങ്കോളയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിന്നീട് നാളെ രാവിലെയോടെ മൃതദേഹം കോഴിക്കോടേക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നതാണ് മനസ്സിലാക്കുന്നത്. SP-യുമായി സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ DNA ടെസ്റ്റ് അടക്കം നടത്തേണ്ടി വരുമെന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അതിനുള്ള സാമ്പിളുകൾ ശേഖരിച്ച് അത് പിന്നീട് മംഗളൂരുവിലേക്ക് അയക്കും എന്നതാണ് നമ്മളോടിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഫോറൻസിക് വിദഗ്ധരടക്കം ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ അർജുന് വേണ്ടി നമ്മൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തിയവരാണ്. അതിനി എത്ര നാൾ നീണ്ടിരുന്നെങ്കിലും നമ്മൾ ആ സമ്മർദ്ദം തുടരുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ അധികം സമ്മർദ്ദം ചെലുത്താൻ ആരുമില്ലാത്ത 2 പേർ കൂടി ഗംഗാവലിൽ എവിടെയുണ്ട്. അവർക്ക് വേണ്ടിയുള്ള പരിശോധന ഇനി തുടരുമോ? എന്താകുമോ അതിന്റെ തുടർ പ്രവർത്തനം എന്ന് അറിയാൻ കഴിയുമോ ശ്രീനാഥ്? എഴുപത്തിരണ്ടാം നാളാണ് അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയത്, ക്യാബിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. ഞാൻ ചോദിച്ചത് നേരത്തെ അർജുനടക്കം 3 പേരായിരുന്നു. തന്നെ നമ്മളോട് നേരത്തെ സംസാരിച്ചതാണ്. അദ്ദേഹം പറഞ്ഞതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുള്ള ശ്രമം കൂടി തുടരും. ആ സമയത്തും എല്ലാവരുടെയും പിന്തുണ ഇതേപോലെ തന്നെ ഉണ്ടാകണം എന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ട് കർണാടക സ്വദേശികളായ 2 പേരെ കൂടി കണ്ടെത്താനുള്ള ശ്രമം ഇനി വരും ദിവസങ്ങളിലും ഇതേ എന്ന കാര്യം ഇപ്പോൾ MLA ഉറപ്പിക്കുന്നുണ്ട്.